ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ. നല്ല മൈലാഞ്ചി നല്ല ചുമന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് മെഹന്തി കോണിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മെഹന്തി ഇടാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മൈലാഞ്ചിയില യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈലാഞ്ചിയില ഒന്നും യൂസ് ചെയ്യാണ്ട് മെഹന്തി പൗഡറും യൂസ് ചെയ്യാണ്ട് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ടൈറ്റിൽ പറഞ്ഞ പോലെ ജീരക മൈലാഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ഐറ്റംസാണ് മെയിനായിട്ട് എടുക്കുന്നത്. അതിന് മുമ്പ് ഇത്രയും ഡാർക്ക് കളറിൽ ഇടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് കോട്ട് ഇട്ടിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 കോട്ട് ഇട്ടിട്ടാണ് ഒരു കളർ കിട്ടിയത് കേട്ടോ. അപ്പോൾ ജീരക മൈലാഞ്ചി മെയിനായിട്ടും നെയിലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെയിലിൽ കൂടുതൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരക മൈലാഞ്ചി ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതിന് ജീരകം വേണം, പഞ്ചസാര, കോഫി പൗഡർ, ഇത് 3 എടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേറെയും കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ കോഫി പൗഡറിന് പകരമായിട്ട് ചായപ്പൊടി ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് ഷുഗർ പൗഡറോ ഒക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ശർക്കര കുറച്ചും കൂടെ കൂടുതൽ ഡാർക്കൻ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷുഗർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മൈലാഞ്ചി ഒത്തിരി എന്താ പറയുക, നല്ല കളറ് കിട്ടാറില്ല. ചിലത് കുറച്ച് നമ്മളിപ്പോൾ കുക്കറിലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുവാണ്, അപ്പോൾ അത്രയും ആവി വെള്ളം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആവി വെള്ളം നന്നായിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഇത് കുക്കറിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ടുള്ള മെത്തേഡ്സിലൂടെയല്ല ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജീരകം, പഞ്ചസാര, കോഫി പൗഡർ, അപ്പോൾ ഇത്രയും ഞാൻ ഒരു കപ്പ് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല, ഞാനിപ്പോൾ അത്യാവശ്യം കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ 3 സ്പൂണോ അല്ലെങ്കിൽ 5 സ്പൂണോ നമുക്ക് അത്യാവശ്യം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്യാം. നിങ്ങൾക്കത് 3 സ്പൂൺ വേണമെങ്കിൽ 3 സ്പൂൺ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 5 സ്പൂൺ വേണമെങ്കിൽ 5 സ്പൂൺ ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് നമുക്കിപ്പോൾ ഒരുപാട് വെള്ളം അതിനകത്ത് ഉണ്ടാകുമ്പോൾ, ഈ എമൗണ്ട് കൂടുതലായിട്ട് ഇടുമ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്കത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആ ഒരു ആവി വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അത് വന്നിട്ട് പിന്നെ എത്ര നാൾ വേണം നമുക്കത് യൂസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ 3 എണ്ണം ഒരേ അളവിൽ എടുത്തിട്ട്, ഇപ്പോൾ 3 സ്പൂൺ ആണെങ്കിൽ 3 സ്പൂൺ, 5 ആണെങ്കിൽ 5, ഒരേ അളവിൽ 3 എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഷീറ്റ് അലുമിനിയം ഫോയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഷീറ്റ് വാങ്ങിക്കാം. അതിപ്പോൾ 2 ഷീറ്റ് എന്തിനാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ ആദ്യം ഒരു ഷീറ്റ് എടുക്കുക. ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഏത് പാത്രമാണോ അതിന് വേണ്ടി എടുക്കണം. ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ഒരു പഴയ കുക്കറാണ്. മാക്സിമം പഴയ പാത്രങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ഷീറ്റ് എടുത്തിട്ട് ആ ഒരു കുക്കറിൻ്റെ വായ്വട്ടം എത്രയാണോ അത് കണക്കാക്കിയിട്ട് ആ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് റൗണ്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം കയറി ഇരിക്കാനും പാടില്ല. അപ്പോൾ അതുപോലെ റൗണ്ടിൽ അത് കിട്ടുന്ന രീതിയിൽ ആ ഒരു വായ്വട്ടമുള്ള രീതിയിൽ തന്നെ അത്രയും എന്തോരം വേണം നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തത് നമ്മൾ നേരെ ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി വയ്ക്കുക. എല്ലാ സൈഡും ഇതുപോലെ തന്നെ നിവർത്തി ആ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിൽ, ഇതിനകത്ത് ഉള്ളിലേക്ക് വരുന്ന പൊടി അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന സംഭവം പുറത്തേക്ക് പോകാൻ പാടില്ല. ആ രീതിയിൽ അത് കവർ ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ കുക്കർ തന്നെ വേണമെന്നില്ല, നല്ല ഇതുപോലെ തന്നെ കുഴിയുള്ള പാത്രം ഏതും ആവാം. അതിപ്പോൾ സ്റ്റീലോ അലുമിനിയോ ഏത് വേണമെങ്കിലും ആവാം. നല്ല കുഴിയുള്ള പാത്രം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിലിൻ്റെ നടുക്കായിട്ട് ഒരു മാർബിളിൻ്റെ ചെറിയൊരു പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതുപോലത്തെ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും വെക്കാം. കാരണം നമ്മളിതിൻ്റെ അടിയിലൊരു പാത്രം കൂടി വെക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രം വയ്ക്കുക ഈ ഒരു ആവിവെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ അത് ആ പാത്രം ഒരുപാട് അങ്ങ് ഹീറ്റ് ചെയ്ത് അതിനകത്തേക്ക് പിടിക്കാണ്ടിരിക്കാനാണ് അടിയിലൊരു മാർബിളിൻ്റെ കഷ്ണം വെക്കുന്നത്. ചെറിയൊരു മാർബിളിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പാത്രം ഇറക്കി വയ്ക്കുക. ഞാനിപ്പോൾ മാർബിളിൻ്റെ കഷ്ണം വെച്ചത് ആദ്യം വെച്ചില്ലായിരുന്നു, ഞാൻ വിട്ടുപോയി. പിന്നെ അത് എടുത്ത് വെച്ചപ്പോഴേക്കും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വയ്ക്കുക അതിൻ്റെ അടിയിൽ. അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ പഴയ പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, കാരണം നമ്മളിത് ചെയ്തൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറയൊക്കെ ആ പാത്രത്തിൽ പിടിക്കും. അപ്പോൾ മാക്സിമം പഴയ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കഴുകിയിട്ട് പിന്നെ നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിലാണ് ഈ പാത്രം വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നന്നായിട്ട് ഈ പറഞ്ഞ നമ്മുടെ മിക്സ്, നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് നന്നായിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. നടുക്ക് ഇതുപോലെ തന്നെ മാർബിൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഈ പാത്രം നമ്മൾ ഈ സ്റ്റൗ അങ്ങനെ തന്നെ വേറെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ
ഗ്യാസിലേക്ക് വെക്കുക, അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് നല്ല നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല കട്ടിയുള്ളൊരു കുഴിയുള്ള പാത്രം വയ്ക്കുക. ആ പാത്രത്തിൽ അത്യാവശ്യം വെള്ളവും വയ്ക്കുക, നിറച്ച് വെള്ളവും വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2 അലുമിനിയം ഫോയിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ അലുമിനിയം ഫോയിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു കുക്കറിൻ്റെയും ഈ മേളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ട് അവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഗ്യാപ്പ് ഒന്ന് നികത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ വെള്ളത്തിലേക്ക് എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് വെച്ചാലും മതി. ഇപ്പോൾ ഇൻ കേസ് എന്താ പറയുക, നമ്മൾ അരയ്ക്കുന്ന അമ്മിക്കല്ല് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങളില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ ഇറക്കി വെച്ചാലും മതി. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൈഡിൽ പറ്റുമെങ്കിൽ അലുമിനിയം ഫോയിൽ എടുത്തിങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ മേളിലുള്ള വെള്ളം നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ആ വെള്ളം പതുക്കെ ഒരു കപ്പ് വെച്ച് കോരി മാറ്റിയിട്ട് അതിനകത്തേക്ക് ഫ്രിഡ്ജിലുള്ള നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് ആവിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഫുള്ള് കഴിയാണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് മുകളിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ നേരത്തൊന്നും ഈ ചീനിച്ചട്ടി എടുത്ത് മാറ്റുമൊന്നും ചെയ്യരുത്. ഒരു കപ്പ് എടുത്തിട്ട് കപ്പിൽ നിന്ന് ഈ വെള്ളം ചൂടുവെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതായിരിക്കും ഇത്ര ആവിവെള്ളം നമുക്കിതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ താഴത്തുള്ള അലുമിനിയം ഫോയിൽ മാറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്ര അധികം ഒരുപാട് അങ്ങനെ അലുമിനിയം ഫോയിലേക്കാണ് ഈ പറഞ്ഞ പൊടികളെല്ലാം കരിഞ്ഞ് ആ ഒരു ഇതായിട്ട് ഡാർക്കായിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കുന്നത് അതിനകത്താണ്. നമ്മൾ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും കുക്കറിൽ നന്നായിട്ട് അത് പറ്റിപ്പിടിച്ച് കുക്കർ അടിയിൽ പിടിച്ചൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, അലുമിനിയം ഫോയിലാണ് ഫുൾ അത് വന്നിരിക്കുന്നത്, പുറത്തേക്കൊന്നും പോയിട്ടില്ല. അലുമിനിയം ഫോയിൽ ഒരുപാട് കരിയാണ്ട് നോക്കുക. നമ്മൾ ഒരു പകുതി എത്തുമ്പോഴേക്കും നമ്മൾ ഹീറ്റ് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ അലുമിനിയം ഫോയിൽ ഞാൻ ഫുൾ ഹീറ്റ് കൊടുത്തപ്പോഴേക്കും ഫുൾ ടൈം കൊടുത്ത കാരണം കുറച്ച് അലുമിനിയം ഫോയിൽ അവിടെ ഇവിടെയൊക്കെ കുക്കറിൽ പിടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ബാക്കി ടൈമിൽ ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതി. ബാക്കി നമ്മൾ വേറെ കുക്കറിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെഹന്തിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് ഡാർക്ക് കളറിലാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് മൈദ ആഡ് ചെയ്യാം. വളരെ കുറച്ച് 1/2 സ്പൂണൊക്കെ മൈദ അതിനകത്തേക്ക് ചേർത്താൽ മതി. ആദ്യം കുറച്ച് 1/2 സ്പൂൺ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ സാധാരണ മെഹന്തിയുടെ ഒരു രൂപത്തിലേക്ക് കിട്ടുന്ന വരെ അത് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു മെഹന്തിക്കോണിൻ്റെ രീതിയിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. ഒരുപാടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വെള്ളമില്ല, എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു മെഹന്തിക്കോണിൻ്റെ രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിത് നല്ല ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഡാർക്ക് കളറിലാണ് അത് ഇരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ട് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല ഡാർക്കായിട്ട് നല്ല ഡാർക്ക് സ്റ്റെയിനാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് ജീരക മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ളത് നെയിൽ മെഹന്തി ആയതുകൊണ്ട് കൂടുതൽ നെയിലിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ടിൽ തന്നെ നന്നായിട്ട് റെഡ് ആവും, നന്നായിട്ട് ചുമക്കും. പിന്നെ നമുക്ക് കൈയുടെ അകത്തെ ആ ഭാഗത്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ വേണമെങ്കിൽ ഇടേണ്ടി വരും. പക്ഷെ നെയിലിടുമ്പോൾ അത്യാവശ്യം ഒരു കോട്ട് ഇട്ടാൽ മതി, അപ്പോൾ തന്നെ നന്നായിട്ട് ഡാർക്കൻ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാം ഇത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ അത്രയും ഡാർക്കായിട്ടുള്ള കളറിൽ നെയിലത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് പേരെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ വീഡിയോസ് ഓരോ വീക്കിൽ വരുമ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ കമൻറ്റിലും നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും വീഡിയോസ് ഉണ്ട്.